റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങി 5 തെങ്ങ് സ്വദേശികളുടെ വീട്ടിൽ നേരിട്ടെത്തി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡറുമായി യുവാക്കളുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിച്ചുവെന്നും കേന്ദ്രവുമായി ഇടപെട്ട യുവാക്കളെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. കഴിഞ്ഞ ജനുവരിയിലാണ് 5 തെങ്ങിൽ നിന്ന് 3 യുവാക്കൾ സെക്യൂരിറ്റി ജോലിക്കായി ഏജൻസി മുഖാന്തരം റഷ്യയിലേക്ക് പോയത്. 5 തെങ്ങിൽ നിന്നും റഷ്യയിലേക്ക് ജോലിക്ക് പോയ യുവാക്കളെ തിരികെ എത്തിക്കാനായി നിരന്തരം എംബസിയുമായി സംസാരിക്കാറുണ്ടെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സംഭവം ആശങ്കാജനകമാണെന്നും യുവാക്കളുടെ ബന്ധുക്കളെ നേരിട്ടെത്തി സന്ദർശിച്ചതിനു ശേഷം കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തൊഴിലന്വേഷിച്ച് വിദേശത്ത് പോയ 3 യുവാക്കൾ അവിടെ യുദ്ധഭൂമിയിൽ അകപ്പെട്ടുപോയ സംഭവം വളരെ ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ കൊണ്ടുപോയ ചില വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾ, ആ റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് എതിരായിട്ടുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. CBI അടക്കം ഈ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടുണ്ട്. 5 തെങ്ങ് സ്വദേശികളായ പ്രിൻസിന്റെയും വിനീതിന്റെയും ടിനുവിന്റെയും വിവരങ്ങൾ റഷ്യൻ എംബസിക്ക് കൈമാറിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ 20ഓളം യുവാക്കൾ റഷ്യയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പൂർണ്ണമായിട്ടുള്ള വിവരമുണ്ട്. അത് ഇന്ത്യൻ എംബസിയുടെ കൈവശമുണ്ട്. റഷ്യൻ അധികൃതരുമായിട്ട് കൈമാറിയിട്ടുണ്ട്. അത് തുടർ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധത്തിലുള്ള സമ്മർദ്ദവും ആ കാര്യത്തിൽ ആ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്നെ അവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികളാണ് തുടങ്ങിയിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ നിന്ന് പോയിട്ടുള്ള മറ്റു ചില ആളുകൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവരെയും തിരിച്ചെത്തിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾ. യുവാക്കളെ റഷ്യയിലേക്ക് കൊണ്ടുപോയ വ്യാജ ഏജൻസികൾക്കെതിരെയുള്ള അന്വേഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത്തരക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ സെക്യൂരിറ്റി ജോലിക്ക് റഷ്യയിലേക്ക് പോയ 5 തെങ്ങ് സ്വദേശികൾ നിർബന്ധിതമായി റഷ്യൻ പട്ടാള ക്യാമ്പിലേക്ക് തള്ളപ്പെടുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.